ബഹുമാന്യനായ ഈ ശില്പശാലയുടെ അധ്യക്ഷനും പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ ഭവനൻ ചേട്ടൻ, ഇന്ന് പാർട്ടിയുടെ 2 സെക്ഷനുകളിൽ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ എം.ആർ. സുരേഷ്, അതോടൊപ്പം തന്നെ എസ് വിജയൻ ചേട്ടൻ, ഈ പഞ്ചായത്തിന്റെ ഇൻചാർജ് വിജയമോഹൻ സാർ, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി മഞ്ചേഷ് കുരിയോട്, പാർട്ടിയുടെ ട്രഷറർ കരിയേട്ടൻ, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മനോജ്, ഇന്ന് ഈ ശില്പശാലയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വികസിത കേരളം വികസിത ടീമിനെ എല്ലാവർക്കും ആദ്യം തന്നെ ആശംസ അർപ്പിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്താകമാനം ഭാരതീയ ജനതാ പാർട്ടി ഇതുപോലെയുള്ള ശില്പശാലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിന്റെ സംസ്ഥാന അമരത്തേക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി കടന്നു വരുന്നതോടുകൂടി പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ മാത്രമല്ല, ഈ കേരളം എങ്ങോട്ട് പോകണമെന്ന് ഒരു അജണ്ട വരെ BJP നിശ്ചയിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തെ എങ്ങോട്ട് നയിക്കണം, ഓരോ പുലരിയും എങ്ങോട്ട് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന വേളയിൽ ഇന്ന് കേരളം BJP ചില അജണ്ടകൾ വയ്ക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ചന്ദ്രശേഖർജി അധികാരത്തിൽ എത്തുന്നൊരു സംസ്ഥാന പ്രസിഡന്റായി എത്തുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ നേതാവാകാനല്ല വന്നത്, മറിച്ച് നിങ്ങളെ ഓരോരുത്തരെയും നേതാവാക്കാനാണ് ഞാൻ ഈ സംസ്ഥാനത്തേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്തത്. സംഘടനാ ജില്ല, പാർട്ടിയുടെ സംഘടനാ ജില്ല 9ആയി തിരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് ഈ 30 ജില്ലകളിലും പങ്കെടുത്ത് എല്ലാ കൺവെൻഷനിലും അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ആ സമയത്ത് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, ഇന്നലെ വരെ കണ്ട പാർട്ടിയായിരിക്കില്ല ഇന്നു മുതൽ പാർട്ടിക്ക് വേണ്ടി ഞാൻ 150% പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്നോടൊപ്പം 100% പ്രവർത്തിക്കാൻ എന്നോടൊപ്പം മുന്നോട്ട് വരണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു പ്രവർത്തകരെ പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ കേരളത്തിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എല്ലാ വേദികളിലും പറയുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്തിട്ട് അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ, മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ നാളിതുവരെയുള്ള ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ഭരണ നേതാക്കൾക്കോ കഴിയാതെ പോയി? വിഭവസമൃദ്ധമായ ഒരു സംസ്ഥാനമായിരുന്നില്ലേ കേരളം? ഈ കേരളത്തിന് എന്തുകൊണ്ട് കഴിയാതെ പോയി എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കടം എന്ന് പറയുമ്പോ എന്നും കടം മേടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംസ്ഥാനമായിട്ട് നാം ഇങ്ങനെ കൂപ്പുകുത്തണമോ? ഒട്ടനവധി സംസ്ഥാനങ്ങളില് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ പ്രവർത്തനങ്ങൾ ആക്കം കൂട്ടുമ്പോൾ
കേരള സംസ്ഥാനത്തുണ്ടായിരുന്ന വ്യവസായങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ട് നാളിതുവരെ ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിന്റെ ആ വശം നമ്മളെ കാണിച്ചു തരുന്നു. ഈ കേരള സംസ്ഥാനത്തിലെ യുവജനങ്ങളെ കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഈ കേരളം മാറണം. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ടാഗ് ലൈൻ കൊടുത്തത്, മാറാത്തത് ഇനി മാറും. അത് ഏതിലൂടെ മാറണം? അത് BJP അധികാരത്തിൽ എത്തുന്നതിലൂടെ മാറണം. BJP അധികാരത്തിൽ എത്തുന്ന സമയത്ത് യുവജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ സംരംഭം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊടുക്കുവാൻ നമ്മുടെ രാജ്യത്ത് കെൽപ്പുള്ള, സംസ്ഥാനത്ത് കെൽപ്പുള്ള BJPയുടെ നേതാക്കൾ ഉണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഉദ്ഘാടന സഭ 15 മിനിറ്റാണ്. 15 മിനിറ്റ് കേരളത്തിലെയും അതുപോലെ ദേശീയ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക വളരെ വിഷമമുള്ള കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായ നരേന്ദ്രമോദിജി ലോകം കണ്ട ഏറ്റവും നല്ല ലോക നേതാവ് നരേന്ദ്ര ദാമോദർദാസ് മോദി അധികാരത്തിലിരിക്കുന്നു ഭാരതത്തിൽ. മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസ് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും മുച്ചൂടും അഴിമതി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വേളയിലാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നത്. ആ അഴിമതിയെ ഇല്ലാതാക്കി എന്ന് മാത്രമല്ല, ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ഒട്ടനവധി പദ്ധതികൾ അദ്ദേഹം ഈ രാജ്യത്തിന്റെ മണ്ണിൽ ആസൂത്രണം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന 3 പദ്ധതികൾ അദ്ദേഹം രൂപകൽപ്പന ചെയ്തു. അതിലൊന്ന് കുടിവെള്ളം. കുടിവെള്ളം കിട്ടുന്നു എങ്കിൽ അവന് കയറിക്കിടക്കാൻ ഒരിടം വേണം. അതിന് ആവാസ് യോജന നടപ്പിലാക്കി. പൈപ്പ് ലൈൻ, ശുദ്ധജല പൈപ്പ് ലൈൻ, അതോടൊപ്പം തന്നെ ആവാസ് യോജന, അതോടൊപ്പം തന്നെ ശൗചാലയം. ഈ ശൗചാലയം നടപ്പിലാക്കിയ സമയത്തൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു, മോദി നിങ്ങളുടെ ശൗചാലയം ഞങ്ങൾക്ക് വേണ്ട. കാരണം ഞങ്ങൾക്ക് ഒരു വീട്ടിൽ 2 ശൗചാലയങ്ങളുള്ള വീടുകളുണ്ട് സാധാരണക്കാരന്റെ വീട്ടിൽ. പക്ഷേ അദ്ദേഹം കേരളത്തെ മാത്രം നോക്കിയല്ല ഇന്ത്യ മഹാരാജ്യത്ത് പദ്ധതികൾ നടപ്പിലാക്കിയത്. നമ്മൾക്കറിയാം, നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോ, ട്രെയിനിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോ ആ ട്രെയിനിന്റെ വഴിയോരങ്ങളിൽ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന നാട്ടുകാരെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് നിർമ്മാർജ്ജനം ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പാവപ്പെട്ടവർക്ക് കയറിക്കിടക്കാൻ വീടുകളില്ല, അവർക്ക് വീട് കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അവർക്ക് കുടിവെള്ളമില്ല, കുടിവെള്ളം കൊടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത്, പശ്ചാത്തല മേഖലയിൽ ഒക്കെ തന്നെ വികസനത്തിന്റെ അങ്ങേയറ്റം ചെയ്യാവുന്നതിന്റെ പരമാവധി അദ്ദേഹം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കടന്നു പോകുന്നു. ഇന്ന് നാമൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് രാവിലെ റേഡിയോയിൽ കേൾക്കുന്നത്, രാവിലത്തെ വാർത്തയിൽ കേൾക്കുന്നത് ഡൽഹിയിൽ ബോംബാക്രമണം, കാശ്മീരിൽ ബോംബാക്രമണം, അങ്ങനെ എല്ലായിടത്തും ഭീകര പ്രവർത്തകർ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടിക്കാലം കടന്നുപോയത്, അല്ലെങ്കിൽ കഴിഞ്ഞ 60 വർഷം കടന്നുപോയത്. എന്നാൽ നരേന്ദ്രമോദി പറഞ്ഞത് ഭീകരവാദം ഈ ഇന്ത്യ മഹാരാജ്യത്തെ തുടച്ചു മാറ്റും എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭീകരവാദത്തിന് അറുതി വരുത്തുവാൻ ഇന്ത്യ ശ്രമിക്കുമെന്നാണ്. ആ ശ്രമം ഫലം കാണുന്നു എന്ന് നാം പഹൽഗാമിലൂടെ മനസ്സിലാക്കി. നമുക്ക് നേരെ ആക്രമണം വരുന്ന സമയത്ത് സടകുടഞ്ഞെഴുതിച്ചുകൊണ്ട് എല്ലാ സൈനിക മേധാവികളെയും വിളിച്ചിരുത്തിക്കൊണ്ട് ശക്തമായ താക്കീത് കൊടുക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കാണേണ്ട കാഴ്ച. അതിനു മുമ്പും ഇവിടെ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു, അതിനു മുമ്പും ഇവിടെ പ്രതിരോധ മന്ത്രിമാരുണ്ടായിരുന്നു,
അതിനു മുമ്പും ഇവിടെ ആഭ്യന്തരമന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ നട്ടൽ നിവർത്തി സൈനികരോട് നിങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചാൽ, അവർ ഏത് ഭീകരവാദികളായാലും ഇന്ത്യയെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ പറഞ്ഞു കൊടുക്കുവാൻ, ശക്തമായ ഒരു മെസ്സേജ് കൊടുക്കുവാൻ പ്രാപ്തരായ പ്രധാനമന്ത്രിമാരോ പ്രതിരോധ മന്ത്രിമാരോ ആഭ്യന്തരമന്ത്രിയോ ഇല്ലാത്ത ഒരു 60 വർഷക്കാലമായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്ന് ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാർ ഉറ്റുനോക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുടെ പ്രസിഡന്റിനെ കാത്ത് എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് വേണ്ടി കാത്തുനിന്നിട്ടുണ്ടെങ്കിൽ, എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട്, ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോക രാജ്യങ്ങളിൽ എവിടെ ചെന്നാലും അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നു. ലോകത്തിന്റെ ഏറ്റവും വലിയ നേതാവ് നരേന്ദ്രമോദിയാണെന്ന് ട്രംപ് വരെ പറയുന്നു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നരേന്ദ്രമോദിയാണെന്ന് ഒരു ലോകത്തിന്റെ, നമ്മളൊക്കെ പറഞ്ഞത് ലോക പോലീസിന് പറയേണ്ടി വരുന്നു. അപ്പോ ശക്തനായ നേതാവ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഈ ശില്പശാല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടിത ശക്തി മറ്റുള്ളവരെ അറിയിക്കുന്നത് നമ്മുടെ പൊതുയോഗത്തിലല്ല, നമ്മൾ രണ്ട് കൊടികെട്ടിയതുകൊണ്ടല്ല, മറിച്ച് ഒരു തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തിരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയായാലും ആ പാർട്ടിക്ക് കിട്ടുന്ന വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടി എത്രമാത്രം ഈ രാജ്യത്ത് വളർന്നു, അല്ലെങ്കിൽ എത്രമാത്രം ഈ സംസ്ഥാനത്ത് വളർന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇനി വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ജി പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തെ വികസിത സംസ്ഥാനമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കളമൊരുക്കേണ്ടതുണ്ട്. ആ മറ്റൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ട്രയലാണ്. ആ ട്രയൽ എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്നിവിടെ ഈ ശില്പശാലയിൽ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി നമ്മൾ എങ്ങനെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി വി രാജേഷ് പറഞ്ഞതുപോലെ, നമ്മുടെ സംസ്ഥാന നേതാവ് വി വി രാജേഷ് ജി പറഞ്ഞതുപോലെ, ഒരു MLA ആവാൻ സംഘടനാ പ്രവർത്തനം കൂടുതൽ നടത്തുന്നവരെ ഒരു MLA ആയി സ്ഥാനാർത്ഥിയായി പരിഗണിക്കും. അതിനപ്പുറം സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പാർലമെന്റിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടും. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധിയാവണമെങ്കിൽ അവര് അടിത്തട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്തി അടിത്തട്ടിൽ നിന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വാർഡുകളിൽ നിന്ന് ജയിച്ചു വരുമ്പോ അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂവണിയും. അങ്ങനെ നമ്മുടെ എല്ലാം ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാം നേതാക്കന്മാരായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ അതെങ്ങനെയൊക്കെ ആകണം എന്ന് 2 സെക്ഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇവിടെ MR സുരേഷും അതോടൊപ്പം വിജയൻ ചേട്ടനും അതിനുശേഷം സമാപനത്തില് ശ്രീ വിജയമാന സാറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ യോഗത്തിൽ നമ്മുടെ ഇന്ന് കാലാവസ്ഥ മോശമായതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു 10-80ഓളം പേര് ഇവിടെ എത്തിച്ചേരണം. 75. ആ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇത്രയെങ്കിലും പേരെത്തിയത് വളരെ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും തന്നെ അടിത്തട്ടിൽ നിന്ന് സംഘടനാ പ്രവർത്തനം നടത്തി ഇവിടെ എത്തിയവരാണ്. അതുകൊണ്ട് ഇനിയും ഈ കൊല്ലം ജില്ലയില് ചടയമംഗലം പഞ്ചായത്ത് എന്ന് പറയുമ്പോ ഏറ്റവും മുന്നേ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിലെ ഓരോ വാർഡും നമുക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടതാണ്. അങ്ങനെയുള്ള വാർഡുകളെ ശക്തമായി മുന്നോട്ട് പോകാൻ, വോട്ട് ചേർക്കലും മറ്റു കാര്യങ്ങളുമായൊക്കെയായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ശില്പശാല ഈ വികസിത കേരളം വികസിത ടീമിന്റെ
അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ശില്പശാല ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്തേ. നമ്മുടെ ഈ ഒന്നാമത്തെ സെഷൻ ക്ലാസ് എടുക്കുന്നത് ശ്രീ വിജയൻ ചേട്ടനാണ്. വിജയേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ചിലർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയും, കാരണം ഈ മണ്ഡലം നമ്മൾ ചിതറയെന്നും ചടയമംഗലമെന്നും രണ്ട് സംഘടനാ മണ്ഡലങ്ങളായി തിരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റായും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്ന, അതോടൊപ്പം തന്നെ പുനലൂർ മണ്ഡലത്തിന്റെ പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിച്ചിരുന്ന നല്ല സംഘടനാ ശേഷിയുള്ള, പ്രകടനശേഷിയുള്ള ഒരു വലിയ നേതാവാണ് നമ്മുടെ വിജയൻ ചേട്ടൻ. അദ്ദേഹമാണ് നമ്മുടെ ഈ രണ്ടാം സെഷൻ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെ നമ്മുടെ അധ്യക്ഷൻ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. സംഘടനാ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അവതരിപ്പിക്കാനെ കൊണ്ട് വിജയൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനായിട്ടുള്ള ഈ ശില്പശാലയുടെ അധ്യക്ഷൻ മോഹനപിള്ളച്ചേട്ടൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ മുൻ സംസ്ഥാന കൗൺസിൽ അംഗം, ഈ പഞ്ചായത്തിന്റെ ഇൻചാർജ് കൂടിയായ ശ്രീ വിജയമോഹൻ സാറ്, പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ MR സുരേഷ് ജി, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കരിഞ്ഞന്നൂർ മനോജ്, ഈ ശില്പശാലയുടെ നിരീക്ഷകൻ ശ്രീ ഹരികുമാർ,